നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കി LDF. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയായി ഉയർത്തും. 2026-27 സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ബിരുദ വിദ്യാഭ്യാസം സൗജന്യമായി നൽകും. പവർ കട്ടില്ലാത്ത കാലം തുടരും തുടങ്ങി സുപ്രധാന വാഗ്ദാനങ്ങളാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഉള്ളത്. സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പുവരുത്തും. ഇതിന് കുടുംബശ്രീയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നേതൃത്വം നൽകും. സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം ഉറപ്പാക്കും. ടൂറിസം വളർച്ചയ്ക്ക് വിശദമായ പദ്ധതികളും തെരഞ്ഞെടുപ്പ് പത്രികയിലുണ്ട്. 15 ലക്ഷം വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. 5 ലക്ഷം കുടുംബങ്ങളെ ദാരിദ്ര്യമുക്തമാക്കും. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കും. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സ്ത്രീകളുടെ വിപുലമായ പങ്കാളിത്തത്തോടുകൂടി ക്രൈം മാപ്പിംഗ് നടത്തും. പട്ടികവർഗ ക്ഷേമം ഉറപ്പുവരുത്തും. പട്ടികവർഗക്കാർക്കുള്ള ഉപപദ്ധതി പൂർണ്ണമായും ഊരുകൂട്ടങ്ങളുടെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും നടപ്പാക്കുക. സംസ്ഥാനത്തെ അടിസ്ഥാന വികസനത്തിന് പ്രാധാന്യം നൽകിയെന്നും തനത് നികുതി വരുമാനം വർദ്ധിച്ചുവെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചുവെന്നും കൂട്ടിച്ചേർത്തു. ജനകീയ സംവാദങ്ങൾക്ക് ശേഷമാണ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നല്ല രീതിയിൽ ഓരോ മേഖലയിലും പരിഹാര നടപടികളുണ്ടായി. പക്ഷേ നമുക്ക് മറ്റൊട്ടേറെ പ്രതിസന്ധികൾ ഈ കാലയളവിൽ നേരിടേണ്ടി വന്നു. അതാണ് 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, അടുത്ത വർഷമുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ വന്ന കോവിഡ് മഹാമാരി, അതിനെല്ലാം മുൻപ് ഓക്കിയും നിപ്പയും. ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്ന കടുത്ത വെല്ലുവിളികളായിരുന്നു. എന്നാൽ ഈ എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ നമുക്കായി. കേരളത്തിന് നല്ല രീതിയിൽ മുന്നേറാനായി. ഇത് കൃത്യമായ ദിശാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിച്ചത്. LDFന് ഉള്ള രാഷ്ട്രീയ ദർശനം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലുള്ള വ്യക്തമായ ദിശാബോധം, അതാണ് നമ്മുടെ സംസ്ഥാനത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയത്. വികസനം മനുഷ്യകേന്ദ്രീകൃതമാകണം. നല്ല രീതിയിൽ എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കുന്നതുമാകണം. നമ്മുടെ വികസനത്തെക്കുറിച്ച് LDF ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് സാമൂഹ്യ നിരധിഷ്ഠിതമായ വികസനമെന്നാണ്. അതേസമയം സർവതല സ്പർശിയായിരിക്കും. ഇതിൻ്റെ ഭാഗമായി സാമൂഹ്യനീതിയും സാമ്പത്തിക പുരോഗതിയും കൈകോർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ജനക്ഷേമവും വികസനവും തമ്മിലൊക്കെ ചില വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും. എന്നാൽ നമുക്ക് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടുത്തെ അനുഭവം. ഒരു പ്രത്യേകത സ്ത്രീ ശാക്തീകരണ കാര്യത്തിലാണ്.
പുതുക്കാടിന്റെ വികസന തുടർച്ചയ്ക്ക് കരുത്തേകാൻ കെ രാമചന്ദ്രൻ തുടരട്ടെ. കാലത്തിനൊപ്പം കാഴ്ചപ്പാടുകൾക്കൊപ്പം സഞ്ചരിച്ച് നാടിനെ പുരോഗതിയിലേക്ക് കൈപ്പിടിച്ചാനയിക്കാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി പുതുക്കാട് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാമചന്ദ്രനെ വിജയിപ്പിക്കുക. ഒരുമയെ ഊർജമാക്കി സ്വപ്നങ്ങൾ സാധ്യമാക്കിയ 5 വർഷങ്ങൾ. പുതുക്കാടിന്റെ വികസന പൊലിമ തുടരാൻ 16ാമത് കേരള നിയമസഭയിൽ കെ രാമചന്ദ്രൻ തുടരട്ടെ. ഒന്നായി തുടരാം നവകേരളത്തിനായി.